എല്ലാവരും അവളുടെ ശരീരത്തിനെ ഇഷ്ടപ്പെട്ടു. ആരും അവളുടെ മനസ്സ് കണ്ടില്ല. ഒരു സ്ത്രീയുടെ ശരീരം എല്ലാവരും വിറ്റ് സിനിമയാക്കിയപ്പോൾ അവളുടെ മനസ്സ് ആരും ശ്രദ്ധിച്ചില്ല. യെസ്, ഇത് സിൽക്ക് സ്മിത. ഇത് അവളുടെ കഥ മാത്രമല്ല, അവളുടെ ഒരു നിലവിളിയാണ്. അവൾക്ക് എന്തായിരുന്നു ആകേണ്ടിയിരുന്നത് എന്ന് അവൾ വിളിച്ചു പറയുന്ന ഒരു നിലവിളി. ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് തുടങ്ങാൻ പോകുന്നത് സിൽക്ക് സ്മിതയുടെ കഥ വെച്ചിട്ടാണ്. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഈ ചാനലിലെ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സിൽക്ക് സ്മിത എന്ന പേരിൽ അറിയപ്പെടുന്ന അവളുടെ യഥാർത്ഥ പേര് വിജയലക്ഷ്മി വടലപ്പട്ടി എന്നായിരുന്നു. ആന്ധ്രാപ്രദേശിലെ കൊവ്വല്ലി എന്ന ഗ്രാമത്തിൽ 1960 ഡിസംബർ 2 അവൾ ജനിച്ചത്. പിതാവ് രാമലൂനും മാതാവ് സരസമ്മയ്ക്കുമായിരുന്നു അവളുടെ മാതാപിതാക്കൾ. കുടുംബം വളരെ ദരിദ്രത്തിലായിരുന്നു. 4ാം ക്ലാസ് കഴിഞ്ഞ് അവൾക്ക് പഠിത്തം നിർത്തേണ്ടി വന്നു. 10ാം വയസ്സിൽ അവൾ സ്കൂൾ വിടേണ്ടി വന്നു. 14 വയസ്സായപ്പോൾ അവളെ നിർബന്ധിച്ച് ഒരു വിവാഹം കഴിപ്പിച്ചു. ഭർത്താവും കുടുംബവും അവളെ മോശമായി പെരുമാറി. ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ ചെന്നൈയിലേക്ക് വണ്ടി കയറി. അങ്ങനെ നമ്മുടെ കുട്ടി വിജയലക്ഷ്മി ചെന്നൈയിൽ ഒരു അമ്മായിയുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റായൊക്കെ ജോലിക്ക് തുടങ്ങി. സിനിമാ സെറ്റുകൾ മേക്കപ്പ് ചെയ്യുന്നതിനിടെ അവളുടെ കാഴ്ചപ്പാടും ആത്മവിശ്വാസവും എല്ലാം ശ്രദ്ധ പിടിച്ചു. വിനയ ചക്രവർത്തിയാണ് അവളെ സിനിമയിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ അവളുടെ ആദ്യത്തെ ചിത്രം ഇറങ്ങി. 1980 ഒരു തമിഴ് സിനിമയായിരുന്നു വണ്ടി ചക്രം. അതിലൊരു ചെറിയ റോൾ അഭിനയിച്ചിരുന്നു. അവളുടെ കഥാപാത്രത്തിൻ്റെ പേര് സിൽക്ക് എന്നായിരുന്നു. അതിനുശേഷം വിജയലക്ഷ്മിയുടെ പേര് സിൽക്ക് സ്മിത എന്ന് മാറ്റി. ഒരുപാട് കോലാഹലങ്ങൾ സൃഷ്ടിച്ചിരുന്ന ഒരു പ്രത്യേകതരം നടി തന്നെയായിരുന്നു അവൾ, ഗ്ലാമർ റാണി. മേക്കപ്പ് റൂമിൽ നിന്നും അങ്ങനെ അവൾ സ്പോട്ട്ലൈറ്റിൽ അവൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ എത്തി. പക്ഷേ എല്ലാവരും അവളെ ഗ്ലാമർ റാണി എന്ന് തന്നെ വിചാരിച്ചിരുന്നു. അങ്ങനെ തന്നെ പട്ടവും ചേർത്തി. അവൾക്ക് ഗ്ലാമറും ഐറ്റം ഗേൾ റോളും അല്ലാതെ വേറൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. 1980കളിൽ സിൽക്ക് സ്മിത സൗത്ത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഗ്ലാമർ ചിഹ്നമായി മാറി. സെക്സ് സിമ്പിൾ എന്നായിരുന്നു പണ്ട് വിളിച്ചിരുന്നത്. തമിഴും തെലുങ്കും മലയാളവും കന്നഡയും ഹിന്ദിയും ഈ ഭാഷകളെല്ലാം 450-ലധികം സിനിമകളിൽ അവൾ അഭിനയിച്ചു. ഡാൻസ് നമ്പറും ധീര കഥാപാത്രങ്ങളും എല്ലാ ആകർഷക രംഗങ്ങളും എന്നിവയിൽ അവൾ മുൻപന്തിയിൽ തന്നെയായിരുന്നു. എന്തിന്, നമ്മുടെ മോഹൻലാലിൻ്റെ കൂടെ ഏഴുമല പൂഞ്ചോള എന്നൊരു പാട്ടിന് വേണ്ടി മാത്രം വന്നിട്ട് വളരെ നല്ല ഒരു റോൾ ചെയ്ത് മോഹൻലാലിനേക്കാളും കൂടുതൽ സ്ഫടികത്തിൽ ആ പാട്ടിൽ നമ്മൾ അവളെ ശ്രദ്ധിച്ചു. അതുപോലെയായിരുന്നു അവൾ. തിയേറ്ററുകളിൽ കാശും വാരിയിരുന്നു, കയ്യടിയും. വളരെ പ്രത്യേകതയുള്ള ഒരു പെണ്ണായിരുന്നു അവൾ. കണ്ണും ഒരു പ്രത്യേക വിടർന്ന കണ്ണും ഒരു പ്രത്യേകമായ ഒരു ചാമുണ്ടായിരുന്നു അവൾക്ക്. ആൾ പണ്ട് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഡയറക്ടേഴ്സൊക്കെ 4 തൊട്ട് 5 മിനിറ്റിൻ്റെ ഒരു പാട്ടിൻ്റെ സീക്വൻസിന് വേണ്ടി മാത്രം അവളെ വെയിറ്റ് ചെയ്ത് എത്രയോ നാൾ വരെ സിനിമകൾ വരെ മാറ്റി വെച്ചിട്ടുണ്ട് എന്ന്. അത്രയ്ക്ക് പിടിപാടായിരുന്നു നമ്മുടെ ഗ്ലാമർ റാണിക്ക്. പക്ഷെ അവൾ പ്രധാന നായികയായിരുന്നില്ല. അവൾ ഒന്നിലും ഹീറോയിനായിട്ടല്ലായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാത്തിലും ഒന്നുകിൽ ഒരു വേശ്യയായിട്ടോ അല്ലെങ്കിൽ ഐറ്റം ഡാൻസ് ആയിട്ടോ ആയിരുന്നു അവൾ കൂടുതലും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവളെ ഒരു ഐറ്റം ഗേളായി ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടു. സിനിമ വ്യവസായം അവളുടെ ശരീരം ഗ്ലാമറിൻ്റെ ഉപകരണമായി മാത്രം ഉപയോഗിച്ചു. എന്നാൽ അവളുടെ മനസ്സാരും കണ്ടില്ല. അവൾ ആ ഫ്ലോയിൽ അങ്ങ് പോയി. അവൾക്ക് ഇഷ്ടമായിരുന്നു ഹീറോയിനാവാൻ. അവൾ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമാണ് ഹീറോയിനാവാൻ. ഇനി ഞാൻ ഐറ്റം ഡാൻസ് ചെയ്താലും എല്ലാവരും എൻ്റെ വേറെ എന്തൊക്കെയോ ആണ് കാണുന്നത്. ആരും എൻ്റെ കഷ്ടപ്പാടോ എൻ്റെ അതിനകത്തുള്ള ഡെഡിക്കേഷനോ കാണുന്നില്ല എന്ന്. ഇനി ഗ്ലാമർ റാണി എന്ന് വിളിച്ചിരുന്നെങ്കിലും ഗ്ലാമർ റാണിയുടെ പിന്നിലെ വേദനകൾ നോക്കാം. സിനിമകൾ കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ സിൽക്ക് എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. സുഹൃത്തുക്കളില്ല, കുടുംബ ബന്ധം അവൾ പുലർത്തിയില്ല, ഇമോഷണലായിട്ട് ആരും പിന്തുണയ്ക്കാനില്ല. പിന്നെ നമ്മളിവിടെയൊക്കെ കാസ്റ്റിംഗ് കൗച്ച് എന്ന് കേൾക്കുന്നതിന് മുന്നേ തന്നെ കാസ്റ്റിംഗ് കൗച്ചൊക്കെ അനുഭവിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു. എനിക്കിഷ്ടം ഒരു സാധാരണ ജീവിതമാണ്, ഞാൻ ഒരു മനുഷ്യനാണെന്ന് ആരെങ്കിലും മനസ്സിലാക്കിയിരുന്നെങ്കിൽ മതി എന്നവൾ പറയുമായിരുന്നു. ഒരു സംവിധായകനെ പ്രണയിച്ചു, അവളെ ഉപേക്ഷിച്ചു. ബാങ്കിൽ നിന്നും ഒരു ലോൺ എടുത്തു, അത് സിനിമ നിർമ്മിച്ചു, അത് പരാജയപ്പെട്ടു. ആരോഗ്യവും മാനസികവും അവസ്ഥ വളരെ മോശമായി. മദ്യപാനം ഒരുപാട് കൂടിയിരുന്നു. അങ്ങനെ അവളുടെ ക്ലൈമാക്സ് എത്തി.
1996 സെപ്റ്റംബർ 23 സിൽക്ക് സ്മിത ആത്മഹത്യ ചെയ്യുന്നത്. അന്ന് അവൾക്ക് പ്രായം വെറും 35. അവളുടെ ശരീരം കണ്ടെത്തുമ്പോൾ ആത്മഹത്യക്കുറിപ്പും ഉണ്ടായിരുന്നു. മാനസിക സമ്മർദ്ദവും സാമ്പത്തിക പ്രശ്നങ്ങളും എന്നിവയെക്കുറിച്ച് അവിടെ പരാമർശിച്ചിരുന്നു. അതുമാത്രമല്ല, അതിനകത്ത് ബാബു എന്നൊരാളെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാബു മാത്രമാണ് എന്നെ ചതിക്കാതിരുന്നതെന്നും അവൾ അതിനകത്ത് കുറിച്ചിരുന്നു. ആരാണ് ബാബു എന്നോ എന്താണ് ബാബുവിനെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളെന്നോ ഒരിടത്തും അങ്ങനെ പറഞ്ഞിരുന്നില്ല. പലവരും ഇതിനകത്തും പല രീതികളിലായിട്ട് അവരുടെ മരണം ഇപ്പോഴും കോൺട്രവേഴ്സ് ചെയ്യാറുണ്ട്. അതിനകത്ത് പലരും പറയും ഇവർ കല്യാണം കഴിച്ചിരുന്നു, മക്കളുണ്ടായിരുന്നു എന്നൊക്കെ, പട്ടിയുമായി നടക്കാൻ പോകുമായിരുന്നു എന്ന് വരെയും പറയുന്നത് ഞാൻ വായിച്ചിരുന്നു. സത്യത്തിൽ ഇവരുടെ ജീവിതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഗ്ലാമർ റാണിയായിരുന്ന ഇവർക്ക് ഒരു മിസ്റ്ററിയോടെ മരിക്കേണ്ടി വന്നു. അവളുടെ ജീവിതം പോലെ ഒരു ക്ലൈമാക്സ്, വേദനയിൽ മുഴുവൻ. പക്ഷേ അവൾ ചോദിച്ചു, അവളുടെ ഈ സിനിമ എന്ന ജീവിതത്തിൽ അവൾ നോക്കുമ്പോൾ അവളുടെ ശരീരത്തെ ഉപയോഗിച്ചു. എന്തുകൊണ്ടേ അവളുടെ മനസ്സ് ആരും അറിഞ്ഞില്ല. അവൾക്കൊരു മുൻനിര താരനിരയിൽ ഒരു ഹീറോയിൻ ആകണം എന്നായിരുന്നു ആഗ്രഹം. എന്തുകൊണ്ടേ അവളെ ഒരു ഐഡിയൽ ഇത് മാത്രമായി, ഒരു ഐറ്റം ഗേൾ ഡാൻസർ മാത്രമായി ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടു. ഇതിനെ ബേസ് ചെയ്തിട്ട് ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു ദി ഡേർട്ടി പിക്ചർ. അതിനകത്ത് വിദ്യാബാലനായിരുന്നു നടിച്ചിട്ടുണ്ടായിരുന്നത്. ദി ഡേർട്ടി പിക്ചർ പല ഇൻ്റർവ്യൂസിലും പല കോൺട്രവേഴ്സീസും ഉണ്ടാക്കിയ ഒരു സിനിമയായിരുന്നു അത്. വിദ്യാബാലൻ പല ഇൻ്റർവ്യൂവിലും പറയുന്നുണ്ട്, ഇത് ഒരു അഡാപ്റ്റേഷൻ മാത്രമാണ്, സിൽക്ക് സ്മിതയുടെ ജീവിതമല്ല എന്ന്. ഒരു ഇൻ്റർവ്യൂവിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, സിൽക്ക് സ്മിതയും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റീസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന്. അന്നേരമാണ് അവരിങ്ങനെ മറുപടി നൽകുന്നത്. ശരിക്കും നോക്കിയാൽ വിദ്യാബാലനും ഇതുപോലെ തന്നെയായിരുന്നു. പല റോളുകളും അവർക്ക് റിജക്റ്റ് ചെയ്യപ്പെടുകയും അതിനുശേഷം അവർ വളരെ കഷ്ടപ്പെട്ട് പല സിനിമകളിലും ഇങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അവർക്ക് കിട്ടിയ സിനിമകളായിരുന്നു പലതും. പക്ഷെ അവർക്ക് കിട്ടിയിട്ട് പിന്നെ അവരെ പിടിച്ചാൽ കിട്ടാത്ത പോലെ അവർ എല്ലാ സിനിമകളിലും ഹിറ്റായിരുന്നു. ഈ സിനിമയ്ക്കകത്ത് ഇമ്രാൻ ഹാഷ്മിനെയും സൂര്യകാന്ത് എന്ന് പറഞ്ഞിട്ട് റോൾ ചെയ്യുന്ന നസറുദ്ദീൻ ഷാഹിൻ്റെയൊക്കെ റോളിനെ എല്ലാവരും ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടാക്കി. അന്ന് വലിയൊരു പ്രശ്നമായിരുന്നു ഈ സിനിമ ഇറങ്ങിയ സമയത്ത്. ശരിക്കും ഈ സിനിമയ്ക്കകത്ത് പലവരും എഴുതി കുറിച്ചിരുന്നു, ഇമ്രാൻ ഹാഷ്മി ശരിക്കും മഹേഷ് ഭട്ടായിരുന്നു എന്നും ബാലു മഹേന്ദ്ര ആയിരുന്നു എന്നും ഒക്കെ. എന്നാൽ സൂര്യകാന്തിൻ്റെ ആയിരുന്നു വലിയ ലഹളകൾ സൃഷ്ടിച്ചത്. രജനീകാന്തുമായി സാമ്യമുണ്ടായിരുന്നു ആ ക്യാരക്ടറിന് എന്ന് പലവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് സത്യാവസ്ഥ എന്നോ എന്താണ് കാര്യങ്ങളെന്നോ നമുക്കറിയില്ല. കാരണം ഇവർ മരിച്ചുപോയല്ലോ. അവരുടെ നമുക്ക് ചോദിക്കാനും പറ്റില്ല. ജീവനോടെ ഇരിക്കുന്നവരോട് ഇനിയിപ്പോൾ എന്തായാലും സത്യമാണെങ്കിൽ തന്നെ പറയുകയുമില്ല. അതിനാൽ നമുക്കത് വിടാം. സിനിമയിൽ രേഷ്മ എന്ന പേരിലായിരുന്നു സിൽക്കിൻ്റെ ജീവിതം പ്രേരണമായിരിക്കുന്നത്. സിനിമയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ശരീരമാണ് എന്നൊരു ഡയലോഗ് ഭയങ്കര പ്രശ്നമായിട്ടുണ്ടായിരുന്നു. വിദ്യാബാലൻ അതിൽ ഇമ്രാൻ ഹാഷ്മിയോട് പറയുന്നുണ്ട്, സിനിമയിലാകെ 3 കാര്യങ്ങളെ ഓടാറുള്ളൂ, എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ഞാനാണ് എൻ്റർടൈൻമെൻറ്റ്. പക്ഷേ യഥാർത്ഥത്തിൽ സിൽക്ക് സ്മിത അതിലും കൂടുതൽ ആഴത്തിലായിരുന്നു അവരുടെ ജീവിതം പൊയ്ക്കൊണ്ടിരുന്നത്. ദി ഡേർട്ടി പിക്ചറിലൊക്കെ ഒരാശയം മാത്രമാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇവരുടെ ജീവിതം അതിനേക്കാളൊക്കെ ഒരുപാട് വേദന നിറഞ്ഞത് തന്നെയായിരുന്നു. അവൾ ഒരിക്കലും മറക്കപ്പെടില്ല. സിൽക്ക് സ്മിത ഒരു വ്യക്തിമല്ല, അവൾ ഒരു ചിഹ്നമാണ്. ഒരു പെൺകുട്ടിയുടെ യാത്ര, ധൈര്യം, അവളുടെ പോരാട്ടം, ഇതൊക്കെയാണ് സിൽക്ക് സ്മിത. അവൾ ഗ്ലാമറിൽ തിളങ്ങും, പക്ഷെ ഗ്ലാമറിൻ്റെ അടിയിൽ ഒരു പെൺകുട്ടി, അതായിരുന്നു അവൾ. ചുഴിയിൽ വീണു, പക്ഷെ എഴുന്നേറ്റ് നടന്നു. പിന്നെയും ഒരു ചോദ്യം ബാക്കി, അവളുടെ ശരീരം എല്ലാവർക്കും വേണമായിരുന്നു. എന്തേ അവളുടെ ആത്മാവിനെ ആരും അറിഞ്ഞില്ല? ഇത് ഒരു കഥയായി കേൾക്കേണ്ടതല്ല, ഇത് ഒരു ജീവിത പാഠം തന്നെയാണ്. നമുക്ക് സിൽക്ക് സ്മിതയെ ഒരു അഭിനേത്രിയും മാത്രമല്ല ഒരു സ്ത്രീയായും അറിയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് പറയുക നിങ്ങൾക്ക് സിൽക്ക് സ്മിതയെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന്. എൻ്റെ വീഡിയോ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ശരി, അപ്പോൾ ടാറ്റാ, ബൈ ബൈ.